78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തും. രാജ്യം കനത്ത സുരക്ഷാ വലയത്തിൽ. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ RG കാർ ആശുപത്രിയിൽ വൻ സംഘർഷം. പുറത്തുനിന്നെത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർത്തു. പ്രതിഷേധക്കാർക്കും പോലീസിനുമെതിരെയും ആക്രമണം. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും നാളെയും തുടരും. ഇനിയും കണ്ടെത്താനുള്ളത് 100-ലേറെ പേരെ. പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സമ്മേളനം മാധവ് കാടിൽ ഉദ്ഘാടനം ചെയ്യും. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി ഇന്ന് തെരച്ചിലില്ല. നാളെ തെരച്ചിൽ പുനരാരംഭിക്കും. ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കും. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തിക്കും. തൃശൂർ ചെറുതുരുത്തി സ്കൂളിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. റാഗിംഗ് എന്ന് പരാതി. +1 വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന്. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് PR ശ്രീജേഷിനെ വരവേൽക്കാൻ കേരളം. നാളെ കൊച്ചിയിലെത്തുന്ന താരത്തെ മന്ത്രിമാർ സ്വീകരിക്കും. ആലുവയിൽ പൗരസ്വീകരണം. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിയ തീരുമാനം ഞെട്ടലുണ്ടാക്കുന്നതെന്ന് PT ഉഷ.